പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. ഇന്ന് മനുഷ്യൻ പലപ്പോഴും ജഡികാഭിലാഷങ്ങളുടെ പിന്നാലെ, ജഡികാസക്തിയുടെ പിന്നാലെ നെട്ടോട്ടമോടുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് മരണത്തിലേക്ക് നയിക്കുന്നു. മരണത്തിലേക്ക് നയിക്കുന്നു ജഡികാഭിലാഷങ്ങൾ. അത് നമുക്കൊരിക്കലും സമാധാനം തരത്തില്ല. ഈ കാലഘട്ടത്തിൽ അനേകം വ്യക്തികൾ വിളിക്കുകയും സംസാരിക്കുകയും കണ്ടുമുട്ടുകയും ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്: സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടും ജോലി കിട്ടാൻ വേണ്ടിയിട്ടും ബിസിനസിൻ്റെ മേഖല വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പല മേഖലകളിൽ നിന്നും ലോണെടുത്തു. വായ്പ, ബാങ്കിൽ നിന്ന് വായ്പ എടുത്തൊക്കെ വീട് പണിതു, നല്ല വീട്ടിൽ താമസിക്കാമല്ലോ, കുറേശ്ശെ അടച്ചു തീർത്താൽ മതിയല്ലോ എന്ന് കരുതി ലോൺ എടുത്തു. ഇപ്പോൾ ലോൺ മുടങ്ങി ജപ്തിയുടെ വക്കിലാണ്. ഉള്ള സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു. വേറെ ചില വ്യക്തികളൊക്കെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥലം പോലും വിറ്റ്, സ്ഥലം പോലും പണയപ്പെടുത്തി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അയച്ചു. അവിടെ ചെന്നിട്ട് അതുങ്ങൾക്ക് ജോലിയില്ലാത്ത സാഹചര്യം വന്ന വ്യക്തികൾ, സ്ഥലവും നഷ്ടപ്പെട്ടു, ജോലിയും കിട്ടാതെ വന്ന സാഹചര്യങ്ങളിൽ, പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെ കിട്ടാതെ വന്ന അനേകം വ്യക്തികളുണ്ട്. ഇവിടെ നല്ല ഒന്നാന്തരം സുഖസുന്ദരമായ ജീവിതം നയിച്ച് ജീവിക്കാവുന്ന പല പിള്ളേരും അന്യ രാജ്യങ്ങളിൽ പോയി ടോയ്ലറ്റ് കഴുകുന്ന ഒരവസ്ഥയിലേക്കും ക്ലീനിങ് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്കും ഒക്കെ മാറിയ അനേകം മക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവർ തന്നെ അവരുടെ ജീവിതാനുഭവം ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്: ഇവിടെ ഒരു കുഴപ്പവുമില്ലാതെ ജീവിച്ച വ്യക്തികളാണ്. അത് ഈ ലോകത്തിൽ സുഖമായ ഒരു ജീവിതം നയിക്കാം, സമ്പത്തൊക്കെ വർദ്ധിപ്പിച്ച് നല്ലൊരു ജീവിതം നയിക്കാമെന്ന ലക്ഷ്യത്തോടുകൂടി നെട്ടോട്ടമോടി പലരും പലതരത്തിലുള്ള കെണികളിൽ പോയി വീണു. സന്തോഷവും നഷ്ടപ്പെട്ടു, സമാധാനവും നഷ്ടപ്പെട്ടു. മനസ്സ് മുഴുവൻ വേദനയാണ്, ടെൻഷനാണ്, മാനസികമായ പിരിമുറുക്കം. എന്ത് ചെയ്യും? വീട് ജപ്തി ചെയ്യാൻ പോകുന്നു, സ്ഥലം നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെ പലതരത്തിലും സമാധാനം ലഭിക്കുമെന്ന ആഗ്രഹത്തോടുകൂടി മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. അനേകം വ്യക്തികളുടെ ആത്മഹത്യ, അനേകം കുടുംബങ്ങൾ നാശത്തിലേക്ക് പോയത് അടിസ്ഥാനപരമായ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു, അവസാനം ആത്മഹത്യയിലേക്ക് ചെന്നു. പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് പറയുകയാണ്, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ഇന്ന് ആത്മീയമായ അഭിലാഷം അനേകം വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടു പോയി. ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്ന് പല ധ്യാനകേന്ദ്രങ്ങളിലും വന്ന് ധ്യാനം കൂടി പോയിട്ടുണ്ട്. ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ തൽക്കാലത്തേക്കൊന്ന് നിലനിൽപ്പിന് വേണ്ടി അനേകം വ്യക്തികൾ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ധ്യാനിക്കാൻ പോകുന്നു. ചിലപ്പോൾ സാമ്പത്തിക നേട്ടത്തിനോ സാമ്പത്തിക അഭിവൃദ്ധിക്കോ
ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ടോ കടബാധ്യതയൊക്കെ മാറിക്കിട്ടുമെന്നൊക്കെയുള്ള ചിന്തയോടുകൂടി പോകുന്നു. ഒരാഴ്ച അവിടെ പോയിരുന്ന് കർത്താവിൻ്റെ വചനമൊക്കെ കേൾക്കുന്നു, പ്രത്യാശയൊക്കെ ഉണ്ടാകുന്നു, സമാധാനമൊക്കെ കിട്ടുന്നു. തിരിച്ചു വന്ന് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ആ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ്? അവിടെ ആത്മീയ അഭിലാഷം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു. ആത്മീയ അഭിലാഷം ഓരോ ദിവസവും അനുദിനം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊരു സമാധാനക്കേടും ഉണ്ടാകത്തില്ല. ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും ശരി, നശിച്ചു പോയാലും ശരി, ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്നാണ് എങ്കിൽ, ആ ദൈവത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ദൈവവുമായിട്ട് എനിക്ക് നല്ലൊരു വിശ്വാസവും ബന്ധവും ഉണ്ടെങ്കിൽ, എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും അതിൻ്റെ 10 മടങ്ങ് തിരിച്ചു തരാൻ കഴിവുള്ളൊരു ദൈവം എനിക്കുണ്ട് എന്നുള്ള വിശ്വാസവും ആഴമായ ബോധ്യവും ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കർത്താവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അസമാധാനം കടന്നു വരത്തില്ല, മറിച്ചോ സമാധാനം കടന്നു വരും. ഇതാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് ആത്മീയ അഭിലാഷങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവനിലേക്കും സമാധാനത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും ആ പരിശുദ്ധാത്മാവിലൂടെ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുവാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു, ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നുവെന്ന്. ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. കർത്താവെ, ആത്മീയമായ ഒരു പാതയിലൂടെ സഞ്ചരിച്ച് സമാധാനം സ്വന്തമാക്കി ജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.